മുകളിൽ പറഞ്ഞ രണ്ട് ഘട്ടവും കഴിഞ്ഞാൽ ഏകദേശം ഒരു പകുതിയിൽ അധികം ആശ്വാസം ലഭിക്കും. അതിൻ്റെ ആ ഒരു മരണത്തിൻ്റെ പഴക്കം അനുസരിച്ചായിരിക്കും ലഭിക്കുക. അപ്പോൾ ഉടനെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേരിട്ട പ്രയാസം, പ്രശ്നം, അത് മുഖേന ഉണ്ടായ സിഹറൊക്കെ ആണെങ്കിൽ ഇത് ഓതുന്നതോടുകൂടെ, ഈ രണ്ട് ഘട്ടം പൂർത്തിയാവുന്നതോടുകൂടെ ആശ്വാസം ലഭിക്കുന്നതാണ്. ഏറെക്കുറെ ആശ്വാസം ലഭിക്കും. പിന്നെ നമ്മൾ കടക്കുന്നത് മൂന്നാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം 7 ദിവസത്തേക്കാണ്. ആ 7 ദിവസവും എല്ലാ രാത്രിയും ഇശാ നിസ്കാരത്തിൻ്റെ ശേഷം ഉറങ്ങിയതിന് ശേഷം 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. അതിനുശേഷം ആയത്തുൽ കുർസി 7 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് 7 പ്രാവശ്യം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 7 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 7 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7 പ്രാവശ്യം. ഇതിത്രയും ഓതിയതിനു ശേഷം നെഞ്ചിൻ്റെ ഇടതുഭാഗത്തേക്ക് ഊതുക. ഊതിയതിനു ശേഷം അത് കൈവെള്ളയിൽ ഊതി തല മുതൽ കാൽ ശരീരത്തിൻ്റെ കൈയെത്തുന്ന ഭാഗങ്ങളിലൊക്കെയും തടവുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 71 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക. ഏറ്റവും നല്ലത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലലാണ്. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാൻ സമയം നീക്കിവെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ചൊല്ലുക. ഇതും ചൊല്ലിയില്ലെങ്കിൽ നബിയുടെ കുടുംബത്തിനും കൂടെ ചേർത്ത് ചൊല്ലുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നബിയുടെ പേരിൽ മാത്രമേ സ്വലാത്തുള്ളൂ, നബിക്ക് വേണ്ടി മാത്രം. ആ സ്വലാത്തല്ല, നബിക്കും നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനും കൂടെ ചേർത്ത് പറയപ്പെടുന്ന സ്വലാത്തുകൾ വേണം ചൊല്ലാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ചൊല്ലിയാലും മതി. ഇങ്ങനെ ഒരു 7 ദിവസം ആവർത്തിക്കുക. 7 ദിവസം ആവർത്തിക്കുക. സാധാരണ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അതുപോലെ അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റും ദുആകളും ഒക്കെ ഉണ്ട്. അത് ഇതിന് ശേഷം ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം അത് ദേഹത്തൊക്കെ തടകി കിടന്നുറങ്ങുക. ഇത് അതിനു മുമ്പാണ് ചെയ്യേണ്ടത്. 7 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ അതിൻ്റെ ഉന്മേഷവും അതിൻ്റെ റാഹത്തും, മൂന്നാം ഘട്ടം പൂർത്തിയാവുന്നതോടെ അതിൻ്റെ ഉന്മേഷവും റാഹത്തും നമുക്ക് പരിപൂർണമായും അറിയാൻ സാധിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നാലാമത്തെ ഒരു ഘട്ടത്തോടുകൂടെ ഈ ബാത്തിലാത്ത് പൂർണ്ണമായും റാഹത്തായ നിലയിൽ നടക്കുന്നതാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് നമ്മിലേക്ക് എത്താതിരിക്കാൻ, വീണ്ടും പെട്ടെന്ന് സിഹറുകൾ ബാധിക്കാതിരിക്കാൻ, കണ്ണേറുകൾ ബാധിക്കാതിരിക്കാൻ ആ ഒരു കാര്യങ്ങളും കൂടെ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ ഈ പറഞ്ഞ ഈ 7 ദിവസത്തെ കാര്യം കൃത്യമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാവ് നൽകി അനുഗ്രഹിക്കട്ടെ.